പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ അത്യുന്നത വിജയങ്ങളിൽ എത്തിച്ചേർന്നവരുടെ 8 ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അതെ, വിജയം സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഏത് വ്യക്തികളും. എന്നാൽ സാധാരണക്കാരിലും അപ്പുറം ഓരോ രംഗത്തും അവരവർക്ക് അധീനതയിലുള്ള രംഗത്ത് അത്യുന്നത വിജയങ്ങളിലെത്തിയവർക്ക് ചില പൊതുവായ ലക്ഷണങ്ങളുണ്ടാകും. ഈ ലക്ഷണങ്ങൾ അവരുടെ ജന്മസിദ്ധമായിട്ടുണ്ടാകാം. ഇനി അതല്ല, ബുദ്ധിയിൽ മനസ്സിലായതിനെ അവരുടെ മനസ്സിനെ മെരുക്കി അവർ സ്വായത്തമാക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ ഈ കാലഘട്ടത്തിൽ 8-10 വർഷം കൊണ്ട് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രസിദ്ധരായിട്ട് മാറിയത്. അതെല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തോ കലാരംഗത്തോ സാഹിത്യ രംഗത്തോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമ്പത്തുള്ളവരെ കാണാറുണ്ടല്ലേ, വലിയ സാമ്രാജ്യങ്ങൾ തന്നെ ജനിച്ച ശേഷം സൃഷ്ടിച്ചവർ. അപ്പോൾ അത്യുന്നത വിജയങ്ങൾ കൈവരിച്ചവരുടെ പൊതുവായിട്ടുള്ള 8 ലക്ഷണങ്ങൾ, ഇതൊക്കെ എന്തിനാണ് മനസ്സിലാക്കുന്നത്? ഇതിനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിലും ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടക്കും. ഒരു വിശകലന ബുദ്ധിയുടെ ശക്തി കൂടും. അതാണ് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്നത്. ആ വിശകലന ബുദ്ധിയുടെ ശക്തി കൂടിയാൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ എഫക്റ്റ് നമ്മളിലേക്ക് എത്തിയാൽ, ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നവർക്കും ഇനി വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റും, അത്യുന്നത വിജയങ്ങളിലേക്ക്. അവരുടെ പൊതുവായ ലക്ഷണങ്ങൾ ഇതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അത്യുന്നത വിജയത്തിൽ നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവരെ പുറമേ കണ്ടാൽ തോന്നുന്നില്ല, അവരുടെ പെരുമാറ്റത്തിലും എടുപ്പത്തിലും വളരെ സിമ്പിളായിരിക്കും, വളരെ ശാന്തരായിരിക്കും. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് പോലും അറിയില്ല അവർക്ക് ചുറ്റും ഇത്രയും നടക്കുന്ന സാമ്രാജ്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഇത്രയും പ്രസ്ഥാനങ്ങൾക്ക് എന്ന് നയിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നും. അത് ഈ പറയുന്ന 8 ലക്ഷണങ്ങൾ അവരിൽ ഉള്ളതുകൊണ്ടും അത് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടും നിലനിർത്തുന്നതുകൊണ്ടാണ്. അതേതൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ആശയങ്ങളുമായി അല്ല അവരുടെയൊക്കെ ആശയങ്ങളുമായി ചേർച്ചയുള്ളവരെ അവരെന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള ചില ഏത് രംഗത്തും സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളുമായി സമാനതയുള്ളവരായിരിക്കും അവരുടെ ഫോക്കസ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അതിനെ തേടുക, ചേർത്ത് നിർത്തുക, അങ്ങനെയുള്ള അതിനുവേണ്ടി അവർ പല വിധത്തിലുള്ള സ്ട്രാറ്റജികളും അപ്ലൈ ചെയ്യും. അല്ലാത്തതൊക്കെ മുൻഗണന നൽകാതിരിക്കുക. നമുക്ക് പറ്റാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കുന്നു? വിട്ടുകളെ, അവരുടെ ഫോക്കസ് മാത്രമാണ്, അവരുമായിട്ട് ആ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രമാണ് അവിടെ ലക്ഷ്യം. അല്ലാത്തവരെ വിട്ടുകളെ, അതിനുവേണ്ടി ചിന്തിച്ച് പ്രയത്നിച്ച് സമയം കളയുകയില്ല. ഇത് ഉന്നത വിജയം നേടുന്നവരുടെ ഒരു പൊതുവായ ലക്ഷണമാണ്. ശരിയല്ലേ? യെസ്. രണ്ടാമത്തത്, നിങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവരെ തിരുത്താനോ, നമ്മുടെ ആശയങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളുടെ ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ കയറി കൂടുതൽ തിരുത്താനോ ആദ്യമൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. മാറ്റാനോ ശ്രമിച്ച് സ്വയം കളയുകയില്ല. അതൊന്ന്. മറ്റൊന്നോ, അവരുടെ പല പല ചെയ്തികളും അത് അവരുടെ വിഷയമാണ് എന്ന് ചിന്തിക്കും. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ പല കാര്യങ്ങളും അവർ നിർദ്ദേശിക്കുന്നതോ നമ്മളെയൊക്കെ ഉപദേശിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ആശയമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഈ അത്യുന്നത വിജയങ്ങളിൽ നിൽക്കുന്നവർ മനസ്സിലാക്കും. അല്ലാതെ അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവരെ കളിയാക്കാനോ അവരെ പുച്ഛിക്കാനോ അല്ലെ അവരെ ശാസിക്കാനോ പോകില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടാണ്. എൻ്റെ ഉള്ള ആശയത്തിലേക്ക് എത്താൻ അവർക്കാകാൻ പറ്റാത്തത് കൊണ്ടുള്ള, അവർക്ക് ശേഷിയില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലക്ച്വൽ ആർജിച്ചിട്ടുണ്ടാവും ബുദ്ധിപരമായി. ചുരുക്കം പറഞ്ഞാൽ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാലും ഉള്ളിലേക്കില്ല, അത് അവർ മനസ്സിലാക്കാനുള്ള അവരുടെ പക്വത കുറവ് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി വൈഭവം ഈ അത്യുന്നത വിജയത്തിലുള്ളവർക്കുണ്ടാകും. അതുകൊണ്ട് അവർ സാമാന്യമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. ഓക്കെ. ഇനി മൂന്നാമത്തത്, നിങ്ങളുടെ ആശയങ്ങൾ, ഇങ്ങനെയുള്ളവരുടെ ആശയങ്ങളും അറിവുകളും അവർ പരമാവധി വാരി വിതറും. ഐഡിയാസ് ഇങ്ങനെ കൊടുക്കും, പ്രയത്നങ്ങൾ കൊടുക്കും. അതിന് അപ്പോഴപ്പോഴൊരു മൂല്യം നോക്കി ആയിരിക്കില്ല, ഉള്ളത് പരമാവധി കൊടുക്കും. പക്ഷെ അതിനകത്തൊരു 10% അവർ ആ വാല്യൂ ബേസ്ഡ് വിൽക്കാൻ നോക്കും. മാക്സിമമായിട്ട് അവർ മാർക്കറ്റ് ചെയ്യും 10%. പക്ഷെ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പുറമേ നോക്കി അറിയില്ല. കാരണം ഒരുപാട് എഫേർട്ടുകൾ ലോകത്തിന് അവർ ചെയ്യും.
അതിനകത്ത് നിന്ന് ആ 10% മൂല്യം അവരെടുക്കുന്നത് നല്ല പ്രൈസ് ആയിരിക്കുകയും ചെയ്യും. നല്ല മൂല്യമുള്ള പേയ്മെൻ്റ് ആയിരിക്കും അതിനവർ വാങ്ങുക. അപ്പം എല്ലാത്തിനും കൊച്ചു രീതിയിൽ ഓരോ സേവനത്തിനും കുറേശ്ശെ പൈസയൊക്കെ സമ്പാദിക്കുന്നു. അതെല്ലാം കൂടുതൽ കുറേ ഫ്രീ ആയിട്ടങ്ങ് കൊടുക്കും. നല്ല മൂല്യമുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ ചില പിൻ പോയിൻ്റുള്ള ആശയങ്ങൾ അവർ വിൽക്കുന്നത് വലിയ പ്രൈസിനാവും. അപ്പോൾ എന്തായി മാറും? ഇത് കോമ്പൻസേറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ സാധാരണ ഒരു ബിസിനസ്സുകാരനോ സാധാരണ ഏതെങ്കിലും വിജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അവരുടെ ചിന്താഗതി ഇത്ര എത്തുകയില്ല. വമ്പൻ അത്യുന്നത വിജയങ്ങളിലേക്ക് ഏത് രംഗത്തും എത്തപ്പെട്ടവർ അവരുടെ കഴിവിനെ നിർലോഭം സർവീസിനെ നിർലോഭം കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ മൂല്യം ഉള്ള സ്ഥലത്ത് അവർ വളരെ കൃത്യമായ രീതിയിൽ അത് റെസ്പോണ്ട് കാണിക്കുകയും ചെയ്യും, അത് സ്വീകരിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇവരുടെ അറിവുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നറിയോ? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഷാർപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കൃഷികൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നോളജാണല്ലോ ബുദ്ധിയുടെ ശക്തി എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന അവസരങ്ങൾ വളർത്താനായിട്ട് ഇവരെപ്പോഴും ജാഗരൂകരായിരിക്കും. അവരുടെ ആ മേഖലയെ സംബന്ധിച്ചുള്ള പുതിയ അറിവുകൾ എവിടെ കിട്ടിയെന്ന് പറഞ്ഞാലും അത് ശ്രദ്ധിക്കും. പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിനെ വളർത്താനായിട്ട് മറ്റുള്ള എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻസ് കാണിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഏത് കാലഘട്ടത്തിലും അതിനകത്ത് അതാത് കാലഘട്ടത്തിൽ വേണ്ട ഓരോരോ വ്യതിയാനങ്ങൾ പുതിയതായിട്ട് ഇവർ ഉൾക്കൊള്ളുകയും ഒപ്പം തന്നെ വേണ്ടാത്തവരെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. തനിക്ക് ഭൂഷണമല്ലാത്ത സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഇപ്പോഴത്തെ എൻ്റെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് ഉള്ളതല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. ചില വ്യക്തിബന്ധങ്ങൾ അവർ കട്ട് ചെയ്ത് കളയും. നമുക്ക് മൂല്യമില്ലാത്തതിന് എന്തിനാ കൊണ്ട് നടക്കുന്നത്? അതിന് നിഷ്കരണം അങ്ങനെ തട്ടിക്കളയും. അല്ലെങ്കിൽ ഇവർക്ക് ഈ അത്യുന്നത വിജയം കിട്ടില്ല. എപ്പോഴും ഓർക്കുക, കുറച്ച് പേർ ഇങ്ങനെയുള്ളവരെയൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഗോസിപ്പ് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവർക്ക് കുറ്റങ്ങളോ വഴിയടിച്ച് കാര്യമെന്ന് പറഞ്ഞാലും ഇവരുടനെ ചിന്തിക്കുന്നത് ഇതിൻ്റെ 10 ഇരട്ടി വേറെ ആൾക്കാർ എൻ്റെ ആശയങ്ങളോട് അനുകൂലമായിട്ട് എത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്നും കുന്നും അവർ ആദ്യാവസാനമുള്ള ആൾക്കാരെ ആശ്രയിച്ച് നിൽക്കില്ല. ഏതെങ്കിലും കാരണവശാൽ കുറച്ച് പേര് പൊഴിഞ്ഞു പോയാലും അതിൻ്റെ ഇരട്ടി ആൾക്കാർ എൻ്റെ ഈ ആശയത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം അവരിൽ കറക്റ്റായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പല ബിസിനസ്സുകൾക്കൊക്കെ ഒരു പൊട്ടലുണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ ചലിക്കില്ല. അത് ചെറിയൊരു കളിപ്പീര് പറ്റി, അത് തൽക്കാലത്തേക്കുള്ളതാണ്. ഇനി ഇരട്ടിയുള്ള സംഗതികൾ എന്നെ ആവശ്യമുള്ളവരും എൻ്റെ ആശയങ്ങളും പ്രൊഡക്റ്റും ആവശ്യമുള്ളവരും പുറത്തുണ്ട് എന്നുള്ള ധാരണ ഇവരിൽ എപ്പോഴും വെച്ച് പുലർത്തുന്നതാണ്. പിന്നെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളവരെ മാത്രം ഇവർ എപ്പോഴും കൂടെ നിർത്തുമെന്നുള്ള എൻ്റെ ആശയങ്ങളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യജീവിതത്തിലാണെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഷാർപ്പായിട്ട് നമ്മുടെ ആശയങ്ങളെ ത്വരിതപ്പെടുത്താനും നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നതും ഹാപ്പിനെസ്സും നിലനിർത്തുന്നതായിട്ടുള്ള ആൾക്കാർ, ഈ ബന്ധങ്ങൾ, അതിൽ തന്നെ ഏറ്റവും കോമ്പിറ്റൻ്റായിട്ട് ഉള്ളവരെ മാത്രം അത് ഇവരെപ്പോഴും ചേർത്ത് നിർത്തും, അവരിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കും. പല രഹസ്യങ്ങളും അവർ ഈ കോമ്പിറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കും. പിന്നെ എപ്പോഴും 8ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും വാല്യൂ കൊടുക്കുന്ന സമയത്തിനായിരിക്കും. സമയം, നോളജ് ആൻഡ് എനർജി, ദീസ് 3 തിങ്സ് ആണ് ഏത് അത്യുന്നത വിജയങ്ങളിലേക്കും എത്തിയവരുടെ ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ റിസോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതൊക്കെ ഒന്നുകൂടെ പറയാം. സമയം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ന്യൂ നോളജ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു പല സന്ദർഭങ്ങളിൽ അവർ അതിനകത്തായിരിക്കും ഫോക്കസ് കൂടുതൽ എടുക്കുക. ടൈം, നോളജ് ആൻഡ് എനർജി, ഞാൻ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന എനർജി, സമയമായാലും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ആയാലും മെൻ്റലി ആണെന്ന് പറഞ്ഞാലും ഇതിൽ വളരെ പലപ്പോഴും ഈ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവിടും. വഴിയോര കാഴ്ചകൾ കൊണ്ട് നിൽക്കാറില്ല. ഈ പറയുന്ന പൊതു സ്വഭാവങ്ങൾ 8 അത്യുന്നത വിജയങ്ങൾ എത്തിയവരുടെ പൊതുവായിട്ടുള്ള ചില ക്യാരക്ടറുകളാണ്. അപ്പോൾ ഏത് ക്യാരക്ടറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും? ആദ്യം അതിനുവേണ്ട ആശയങ്ങളാണ് വേണ്ടത്. ആശയങ്ങൾ വെച്ച് കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സ്വഭാവമാക്കി പോയാൽ സാധാരണ വിജയത്തിൽ നിന്നും
നമുക്ക് അത്യുന്നത വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.